നമ്മുടെ കയ്യിൽ ഒരു ടൂൾസും ഇല്ലാതിരിക്കുമ്പോൾ നമുക്കൊരു സ്ക്വയർ ട്യൂബ് 1-2 പീസായിട്ട് മുറിച്ചൊന്ന് കൊണ്ടുപോകണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഒരു കോൺക്രീറ്റ് ആണി, ഒരു ചുറ്റിക ഉണ്ടെങ്കിൽ നമുക്കിത് ഏത് സ്ക്വയർ ട്യൂബ് മുറിച്ചെടുക്കാം. ഇത് 1:1 16 ഗജാണ് വീതി ഉള്ളത്. മുറിക്കുക, അതിനനുസരിച്ച് 2 ഹോൾ കൂടുതലേ ഉള്ളൂ. കോൺക്രീറ്റ് ആണി ഉപയോഗിച്ച് സ്ക്വയർ ട്യൂബിലെ ഒരു ഹോൾ ഇട്ടു. ആ ഒരു സൈഡിൽ തന്നെ നമുക്കൊരു 3 ഹോൾ ഇടണം. ചെറിയ ഹോൾ ഇട്ടാൽ മതി. കോൺക്രീറ്റ് ആണി കൊണ്ടൊന്ന് തട്ടിയാൽ തന്നെ ഹോൾ വീഴുന്നതാണ്. ഓപ്പോസിറ്റ് സൈഡിൻ്റെ മൂലയ്ക്ക് ഒരു ഹോൾ വിട്ടു. ഇനി ഇതുപോലെ അപ്പുറ സൈഡും ഒരു ഹോൾ ഇട്ടിട്ട് നമുക്ക് തിരിച്ചു പിടിച്ച് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലൊന്ന് ചവിട്ടിയാൽ ട്യൂബ് ഒടിയും. ഇങ്ങനെ ട്യൂബ് ഒടിക്കാമെന്ന് പറയുന്നതിനെക്കാട്ടി കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പട്ടികയിൽ പർലിങ്ങൊക്കെ വെൽഡ് ചെയ്യുമ്പോൾ അടിവശം കൃത്യമായിട്ട് ഫുള്ള് വെൽഡ് ചെയ്തിരിക്കണം. മാക്സിമം പട്ടികലിൻ്റെ ജോയിൻ്റ് ഡ്രസ്സിൽ തന്നെ വരുന്ന രീതിയിൽ ചെയ്യണം. അല്ലെങ്കിൽ ഇതുപോലെ ഓപ്പോസിറ്റ് നമ്മളറിയാതെ ചവിട്ടുമ്പോൾ ചിലപ്പോൾ ഒടിയാനുള്ള ചാൻസ് കൂടുതലുണ്ട്. പ്രത്യേകിച്ച്